ഡേ മൈൻ ലൈഫിൻ്റെ സീരീസൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോസിനൊന്നും വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു മടുപ്പ് ഫീൽ ചെയ്യാം. നമുക്കിങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോഴല്ലേ നമുക്കത് പിന്നെയും പിന്നെയും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രചോദനം വരിക. അപ്പോൾ വലിയ സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു ചെറിയ മടിയും പിടിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും എടുത്തു വെച്ച വീഡിയോസൊക്കെ ഒന്ന് കറക്റ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ നൈറ്റ് മുതലേ ഷാക്ക് കണ്ണിന് ഭയങ്കര ഇറിറ്റേഷനും ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി ഒന്ന് ഓക്കെ ആവുമോ എന്നുള്ളത്. അപ്പോൾ രാവിലെ നീറ്റിട്ടും റെഡി ആവാത്തതുകൊണ്ട് ഇന്ന് എന്തായാലും പോയി കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ ഡോക്ടേഴ്സും അവൈലബിൾ അല്ല. 1 മണി 1:30 വരെയൊക്കെയുള്ളൂ ചില ഹോസ്പിറ്റൽസ്. പിന്നെ കോൺട്രസ്റ്റിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ 24 hours. പക്ഷെ നല്ല തിരക്കായിരിക്കും. അതിനെക്കൊണ്ട് പിന്നെ അവിടേക്ക് പോകാൻ നിന്നിട്ടില്ല, സൺഡേയും കൂടിയല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അവിടെ പോയപ്പം അലർജീൻ്റെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു. മരുന്ന് കാര്യങ്ങളൊക്കെ എഴുതി തന്നു. അവിടുന്ന് മരുന്നൊക്കെ വാങ്ങിച്ചു. 11:30 വരെ ഉള്ളൂ. അതിനെക്കൊണ്ട് തന്നെ പിന്നെ ഐ ടെസ്റ്റും കാര്യങ്ങളൊന്നും അന്ന് ചെയ്തിട്ടില്ല. ജസ്റ്റ് അലർജീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം, പവറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. കുറച്ചായി ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട്. ഞങ്ങൾ കല്യാണത്തിൻ്റെ ആ ടൈമിൽ ചെക്ക് ചെയ്തതാണ്, ഗ്ലാസ്സൊക്കെ മാറ്റിയത്. അപ്പോൾ പിന്നെ എന്തായാലും പവർ കാര്യങ്ങളൊക്കെ എന്തായാലും ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും വന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലുലുവിലും കൂടി കയറിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വരാമെന്നുള്ള പ്ലാനിലാണ്. ഒരു 1 o'clock ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ട് കഴിച്ചതുകൊണ്ട് പിന്നെ ലഞ്ച് പെട്ടെന്ന് വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അതിനെക്കൊണ്ട് പിന്നെ ലുലുവിൽ കയറി കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. വലിയ ഗ്രോസറി ഷോപ്പിംഗ് ഒന്നുമല്ല, അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, ഡിറ്റർജൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളും വാഷ്റൂം ക്ലീൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ, അങ്ങനത്തെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ആണെങ്കിൽ അന്ന് സൺഡേയും കൂടി ആകുമ്പോൾ സൺഡേയിലൊക്കെ ലുലുവിൽ പോയിട്ടുണ്ടെങ്കിൽ രാവിലെ പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ പോകണം, അല്ലാതെ പിന്നെ പോയിട്ട് കാര്യമില്ല. ഒരു ഉച്ചരൻ്റെ മുന്നൊക്കെ ആയിട്ട് പോണതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ആ ടൈമിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വലിയ തിരക്കുണ്ടാവില്ല. നൈറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അതിലും ബെറ്റർ ഒരു രാവിലെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഓഫറും ഉണ്ടാകും, അതേപോലെ നല്ല സാധനങ്ങളും വാങ്ങാൻ പറ്റും. കുറേ ആയി പ്ലാൻ ചെയ്യുന്നത് സാൽമൺ വാങ്ങണം. ഇതൊക്കെ പിന്നെ റെയറായിട്ട് കിട്ടുന്ന സാധനം ആയതുകൊണ്ട് കുറേ കാലമായി നോക്കി ഇങ്ങനെ വാങ്ങണം എന്നുള്ളത്. പിന്നെ റേറ്റൊക്കെ നോക്കി വരുമ്പോൾ പിന്നെ ഇടയ്ക്ക് വിചാരിക്കും വേണ്ട പിന്നെ വാങ്ങാമെന്നുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമ്മളത് വാങ്ങിച്ചു. പിന്നെ അവിടുന്ന് ചെറിയ അല്ലറ ചില്ലറ സംഭവങ്ങളും ബ്രെഡും കാര്യങ്ങളൊക്കെ അയച്ചു. ഇതിൻ്റെ ബ്രെഡിൻ്റെ വലിപ്പം കണ്ടില്ലേ. പക്ഷെ ഒരു വസ്തുവിനും പറ്റില്ല കേട്ടോ. ടേസ്റ്റ് ഉണ്ട്, അല്ലാണ്ട് ഭയങ്കര ഹാർഡ്. നമ്മളിത് ടോസ്റ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ട്. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ ക്ലൈമറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് ചേഞ്ചായി. നല്ല ചെറുതായിട്ട് സ്ട്രോങ് മഴ തന്നെ, നല്ല വലിയ വലിയ തുള്ളികളായിട്ടുള്ള മഴ. നല്ല വേദന, ഫേസിലൊക്കെ തട്ടുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പം പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം പിന്നെ വീട്ടിൽ വന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ലുലുവിലെത്തിയപ്പോഴാണ് ഗ്രില്ല് ചെയ്യാന്നുള്ളതും മീൻ വാങ്ങാന്നുള്ളതും അങ്ങനെ പ്ലാനുകളൊക്കെ വന്നത്. അപ്പം മീനിൻ്റെ മാഗ്നേഷനും കാര്യങ്ങളൊക്കെ പിന്നെ ആ ഒരു ടൈം ആകുമ്പോൾ അപ്പോൾ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ചെയ്ത് വെച്ചാൽ മതി. പക്ഷെ നമുക്കിന്ന് ഗ്രില്ല് ചെയ്യണം, ചിക്കൻ ചൂടാനുണ്ട്. അപ്പം അതിൻ്റെ മാഗ്നേഷനൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. ഇതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അതുപോലെ സാൽമണിൻ്റെ അടിപൊളി ഒരു കിടുക്കാച്ച് 2 റെസിപ്പി ആയിട്ട് ചെയ്തത്. ഒന്ന് നമ്മൾ സാധാ നോർമൽ അതിൻ്റെ ഫിഷിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ, അപ്പം ജസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ചെയ്തതും പിന്നെ ഒരു സെപ്പറേറ്റ് ഒരു റെസിപ്പിയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, വൈറ്റ് സോസിലൊക്കെ വെച്ചങ്ങാണ്ട്. അതും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ചിക്കൻ മാഗ്നേഷനും കാര്യങ്ങളും, പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ
അതിൽ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി ഇല്ലെങ്കിലും ഗാർലിക് പേസ്റ്റ് നല്ല കുറേ ഇട്ടുങ്ങാണ്ട് ചിക്കൻ്റെ മേലെ മാഗ്നേറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മുളക് ഇതൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഗാർലിക്കിൻ്റെ പേസ്റ്റ് തന്നെ മതി, അടിപൊളി സാധനമാണ്. പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വേറെ മാഗ്നേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് അതാകുമ്പോൾ നൈറ്റ് ഒരു 8 o'clock ഒക്കെ ആകുമ്പോഴത്തേന് നല്ല നമ്മൾ ചിക്കനിലേക്ക് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ മസാല ഒക്കെ തേച്ച് നമ്മൾ ചിക്കൻ നല്ല ക്ലീൻ ക്രാപ്പൊക്കെ ചെയ്ത് പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് നമ്മളെ ഹോം ഇപ്പം ചിറാപ്പുഞ്ചീൻ്റെ ട്രെൻഡാണല്ലോ നമ്മൾ ഹനാൻഷൻ്റെ, അപ്പോൾ അത് വെച്ചിങ്ങാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യലുണ്ട്. ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യുക. ഈ സെയിം പേര് തന്നെ ഹനാൻ ചാനൽ എന്ന് അടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും മുന്നേ തന്നെ വരും. അപ്പം അതൊക്കെ ഒന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ലുലുന്ന് വാങ്ങിയ പല സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ടേസ്റ്റ് ചെയ്യലും അതൊക്കെ ഒന്ന് ഉണ്ടാക്കലാണ് നമ്മളെ മെയിൻ പരിപാടി. അപ്പോൾ കേക്ക് വാങ്ങിച്ചിരുന്നു, നല്ല നല്ല ടേസ്റ്റുമാണ്, നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല സാധനങ്ങൾ, അങ്ങനത്തെ കേക്ക് ഐറ്റംസ്, അതേപോലെ നമ്മളെ ടീ കേക്ക്, ചോക്ലേറ്റ് ലോഫ് കേക്ക്, അതൊക്കെ അടിപൊളി സാധനങ്ങൾ അവിടുത്തെ ലുലുന്ന് കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ലുലു പോവുകയാണെന്നെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നോക്കുക, നല്ല ടേസ്റ്റാണ്. എപ്പോഴും വാങ്ങണം എന്നല്ല, ഇടയ്ക്കൊക്കെ വാങ്ങിച്ചു നോക്കുക. പിന്നെ കപ്പ് നൂഡിൽസ് വാങ്ങിന്, അതുണ്ടാക്കി കഴിച്ചു. പിന്നെ വെറുതെ യൂട്യൂബിലൊക്കെ ഓരോന്ന് കണ്ടും റീൽസ് കണ്ടും പിന്നെ കുറച്ച് സീരീസൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്നു. നമ്മളെ വീട്ടിലല്ലേ, അപ്പം നമുക്ക് കുറച്ച് നേരം. പിന്നെ സൺഡേയും കൂടിയാണ്, ട്യൂഷന് കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാത്തിലും ഒരു ഫ്രീ ആയിട്ടുള്ള ദിവസമാണ്. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കേണ്ട, വലിയ നിർബന്ധമില്ല. സൺഡേ ഹോളിഡേ ആണ്, അപ്പം നമുക്ക് വേറെ ഏതെങ്കിലും ദിവസം എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ വെച്ചിട്ട് സൺഡേ ഒക്കെ എടുത്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് പിന്നെ അങ്ങനത്തെ ക്ലാസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് നേരം വീഡിയോസൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഗ്രില്ല് ചെയ്യുന്ന അവിടെ വെച്ചുങ്ങാണ്ട് നമുക്ക് മറ്റേ സാൽമൺ ഫ്രൈ ചെയ്യാനുള്ള പരിപാടികളിലേക്കും അതിൻ്റെ മാഗ്നേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഭയങ്കര എസ്തറ്റിക് വീഡിയോസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല, ഒരു തട്ടിക്കുട്ടി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും റെസിപ്പി ഫുള്ളുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ല അടിപൊളി ഒരു സാധനം കേട്ടോ. എന്തായാലും ഒരു 1 ടൈം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. റേറ്റൊക്കെ ഒന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കല്ലേ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. എനിക്ക് കിട്ടുന്നവർ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റാണ്, നമ്മൾ സാധാ മീനിൻ്റെ മൈരൊന്നുമല്ല. അപ്പം അതൊക്കെ പണികളൊക്കെ അതിൻ്റെ സൈഡിൽ നടക്കുന്നുണ്ട്. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോസ് കാണുന്നുണ്ട്. ഇത് കാണുന്ന ടൈമിൽ നമുക്ക് ടൈം ഉണ്ടല്ലോ. അപ്പം നേരത്തെ വാങ്ങിയ ബ്രെഡാണ് ഈ കണ്ടം തുറണ്ടായി ഞാൻ മുറിക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് വാങ്ങണ്ട എന്നുള്ളത്. പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ബട്ടറും ഗാർലിക്കൊക്കെ തേച്ചങ്ങാണ്ട് ബട്ടർ ഗാർലിക്കായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് എല്ലാം സെറ്റ് ചെയ്തു. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻസിൽ ഇട്ടോളി. അതൊക്കെയായിരുന്നു ഇന്നത്തെ ഡേ മൈ ലൈഫിൻ്റെ വിശേഷങ്ങൾ. ഇനി നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.